പരോക്ഷ സൂചനയുമായി PV അൻവർ MLA. പാർട്ടിയോടോ സഖാക്കളോടോ എതിർപ്പില്ല. എതിർപ്പ് ചില പുഴുക്കളോടാണെന്ന് പുതിയ ഫേസ്ബുക്ക് കുറിപ്പ്. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാൽ ചോദ്യങ്ങൾ ഇല്ലാതാവില്ലെന്നും പ്രതികരണം. PV അൻവറിന്റെ വാർത്താസമ്മേളനം അല്പസമയത്തിനകം. ശിരൂരിൽ കണ്ണീർ കാഴ്ചയായി അർജുന്റെ അവശേഷിപ്പുകൾ. മകനായി വാങ്ങിയ ലോറിയുടെ മാതൃകയിലുള്ള കളിപ്പാട്ടങ്ങളും ഫോണുകളും കണ്ടെത്തി. ഗംഗാവാലി പുഴയിൽ നിന്ന് ലോറി പൂർണ്ണമായും പുറത്തെടുത്തു. ക്യാബിനുള്ളിൽ കൂടുതൽ അസ്ഥികൾ. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ADGPക്കെതിരെയും അന്വേഷണത്തിന് ശുപാർശ. DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും ആഭ്യന്തര സെക്രട്ടറി. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആണ് ADGP ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത്. ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ ADGP നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത്. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ തുടങ്ങി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായി നടൻ ദിലീപ്. ഒന്നാം പ്രതി പൾസർ സുനി അടക്കം 12 പ്രതികളും കോടതിയിൽ. പ്രതികളെ കേട്ട് കോടതി. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് അന്വേഷണ സംഘം. തീരുമാനം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് ജാമ്യ ഹർജിയിൽ സിദ്ദിഖ്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും ആവശ്യം. സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വിമർശനവുമായി CPI മുഖപത്രം.